ഈ വീഡിയോയിൽ ചാപ്റ്റർ 8 ആണ് പറയുന്നത്. ചാപ്റ്റർ 8ന്റെ പേരാണ് വോയിഡ് എഗ്രിമെന്റ്. വോയിഡ് എഗ്രിമെന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ടൈപ്സ് ഓഫ് കോൺട്രാക്ട് പറഞ്ഞപ്പോൾ വന്ന ഒരു ടൈപ്പ് ആയിരുന്നു വോയിഡ് കോൺട്രാക്ട് അല്ലെ. അപ്പൊ ആ വോയിഡ് കോൺട്രാക്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണത് വോയിഡ് എഗ്രിമെന്റ് എന്നുള്ള ചാപ്റ്റർ. So what is the meaning of void agreement? Section 2 subsection G of the contract Indian Contract Act 1872. അപ്പോൾ സെക്ഷൻ നോട്ട് ചെയ്യുക. A void agreement is an agreement which is not enforceable by law. നിയമപ്രകാരം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു എഗ്രിമെന്റിനെയാണ് വോയിഡ് എഗ്രിമെന്റ് എന്ന് പറയുക. അപ്പൊ എഗ്രിമെന്റ് എൻഫോഴ്സിബിൾ ബൈ ലോ ആയാലാണ് ആക്ച്വലി ഒരു കോൺട്രാക്ട് ഫോം ചെയ്യുന്നുള്ളൂ അല്ലെ. അപ്പൊ നിയമപ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്, വോയിഡ് എഗ്രിമെന്റ്. സോ എ വോയിഡ് എഗ്രിമെന്റ് ഡസ് നോട്ട് ക്രിയേറ്റ് എനി ലീഗൽ റൈറ്റ് ആൻഡ് ഒബ്ലിഗേഷൻ ആൻഡ് ഇറ്റ് ഈസ് വോയിഡ് അബ് ഇനീഷ്യോ, ദാറ്റ് ഈസ് വോയിഡ് ഫ്രം ദി വെരി ബിഗിനിങ്. നിയമം അംഗീകരിക്കാത്ത ഒരു എഗ്രിമെന്റ് വെച്ചു വെച്ചാൽ അത് സ്റ്റാർട്ടിങ് മുതൽക്ക് തന്നെ അതെന്താണ്, വോയിഡ് ആണ്, ഇൻവാലിഡ് ആണ് ആൻഡ് വിത്തൗട്ട് എനി ലീഗൽ എഫക്റ്റ്. സോ ഇതിനെയാണ് ഏതുകൊണ്ട് മീൻ ചെയ്യുന്നത്, എന്താണ് വോയിഡ് എഗ്രിമെന്റ് എന്ന് വെച്ചാൽ വിച്ച് ഈസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ, അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക, വോയിഡ്. അപ്പൊ ഏതൊക്കെയാണ് ഈ വോയിഡ് എഗ്രിമെന്റ്? അപ്പൊ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് തന്നെ എക്സ്പ്രസ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട് ഒരു 12 എഗ്രിമെന്റുകൾ. ഈ 12 എഗ്രിമെന്റും വോയിഡ് ആണ്. വോയിഡ് മീൻസ് നിയമപ്രകാരം നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആണ് എഗ്രിമെന്റ് ബൈ ഇൻകോമ്പീറ്റന്റ് പേഴ്സൺ. ഇൻകോമ്പീറ്റന്റ്, അതായത് നമ്മൾ കോമ്പീറ്റൻസി ഓഫ് കോൺട്രാക്ട് പഠിച്ചില്ലേ, 18 വയസ്സ് ആവാത്ത എല്ലാ ആൾക്കാരും എന്താണ്, ഇൻകോമ്പീറ്റന്റ് ആണ് അല്ലെ. അപ്പൊ ഇൻകോമ്പീറ്റന്റ് ആയിട്ടുള്ള ആൾക്കാർ തമ്മിൽ എൻട്രി ചെയ്തിരിക്കുന്ന ഒരു എഗ്രിമെന്റ് വോയിഡ് ആണ്. സെക്കൻഡ് വൺ എഗ്രിമെന്റ് മെയ്ഡ് അണ്ടർ എ മ്യൂച്വൽ മിസ്റ്റേക്ക്. ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഫ്രീ കൺസെന്റ് എന്ന് പറഞ്ഞപ്പോൾ ഫ്രീ കൺസെന്റ്, കൊയേഷൻ, മിസ്റ്റേക്ക് അങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അതില് അപ്പൊ ബൈ മിസ്റ്റേക്ക് ആണ് രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരു എഗ്രിമെന്റ് എത്തിയതെങ്കിൽ അതും എന്താണ്, വോയിഡ് ആണ്. എഗ്രിമെന്റ് ദി ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഓഫ് വിച്ച് ഈസ് അൺലോഫുൾ. തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ. അപ്പൊ ഒരു എഗ്രിമെന്റിന്റെ ലക്ഷ്യം അല്ലെങ്കിൽ കൺസിഡറേഷൻ അൺലോഫുൾ ആണെങ്കിൽ ആ എഗ്രിമെന്റ് അപ്പൊ തന്നെ എന്താവുന്നു, വോയിഡ് ആവുന്നു. Then agreement the object or consideration is partly unlawful. ഇനി മുഴുവൻ അൺലോഫുൾ അല്ല, പകുതി അൺലോഫുൾ ആണെങ്കിലും അത് എന്തായിട്ട് മാറുന്നു, വോയിഡ് ആയിട്ട് മാറുന്നു. എഗ്രിമെന്റ് മെയ്ഡ് വിത്തൗട്ട് കൺസിഡറേഷൻ. കൺസിഡറേഷൻ ഇല്ലാത്ത ഒരു എഗ്രിമെന്റ് അതും എന്ത് തന്നെയാണ്, വോയിഡ് ആണ്. കൺസിഡറേഷൻ ഈസ് എൻ എസെൻഷ്യൽ എലമെന്റ് ഓഫ് എ കോൺട്രാക്ട്. എഗ്രിമെന്റിനും കോൺട്രാക്റ്റിനും ഉള്ള എസെൻഷ്യൽ എലമെന്റ് ആണ്. അവിടെ എന്തിന്റെ പ്രസൻസ് വേണം, കൺസിഡറേഷൻ വേണം. അപ്പൊ അതിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു, വോയിഡ് എഗ്രിമെന്റ്. ദെൻ എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിന്റ് ഓഫ് മാരേജ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിന്റ് ഓഫ് ട്രേഡ്, എഗ്രിമെന്റ് ഇൻ റെസ്ട്രെയിന്റ് ഓഫ് ലീഗൽ പ്രൊസീഡിങ്സ്. ഇതെല്ലാം ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്നുള്ളതിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. എഗ്രിമെന്റ്സ് ദി മീനിങ് ഓഫ് വിച്ച് ഈസ് അൺസർട്ടൻ, അത് ഈ ചാപ്റ്ററിലാണ് ഇനി പഠിക്കുക. എഗ്രിമെന്റ് ബൈ വേ ഓഫ് വേഗർ, അതും ഇതിൽ കവർ ചെയ്യും. Agreements to do impossible act and reciprocal promises to do things legal and also other things illegal. ആദ്യം കുറച്ച് ലീഗൽ ആയിട്ടുള്ളത് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ഇല്ലീഗൽ ആയിട്ടുള്ളതും ചെയ്യുക. ഇനിയാണ് റെസിപ്രോക്കൽ പ്രോമിസസ്. അപ്പൊ ഈ 12 തരത്തിലുള്ള എഗ്രിമെന്റിനെയാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് വോയിഡ് എഗ്രിമെന്റ് ആയിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഈ 12 പഠിക്കണം. 12 എണ്ണത്തിൽ ഓൾറെഡി 8 എണ്ണം നമ്മൾ ഓൾറെഡി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇതുവരെയുള്ള ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞു. 9 to 12 ആണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതില് 9ാമത്തെ ആയിരുന്നു എഗ്രിമെന്റ് ദി മീനിങ് ഓഫ് വിച്ച് ഈസ് അൺസർട്ടൻ. ചിലപ്പോൾ നമ്മളൊരു എഗ്രിമെന്റ് വെക്കും, അത് ക്ലിയർലി നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ അതിന്റെ മീനിങ് ആ എഗ്രിമെന്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ എഗ്രിമെന്റിന് എന്തായിട്ട് പറയുന്നു, വോയിഡ് ആയിട്ട് പറയുന്നു.
അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. A agreed to sell B 100 tons of oil. There is nothing to show what kind of oil was intended. Therefore, the agreement is void for uncertainty. ഞാൻ നിനക്കൊരു കാറ് തരാം എന്ന് പറയുക, അല്ലെങ്കിൽ ഞാൻ നിനക്കൊരു ബൈക്ക് വിൽക്കാം എന്ന് പറയുക. അങ്ങനെ അപ്പൊ അത് ഏത് കാറ്, എപ്പോ, ഏത് ബൈക്ക്, ഏത് കമ്പനിയുടെ ഒന്നും അതിൽ ക്ലിയർ അല്ല. അപ്പൊ അവിടെ എന്താണ് എഗ്രിമെന്റ്, മീനിങ് ഓഫ് വിച്ച് ഈസ് അൺസേർട്ടൺ അല്ലെ. നമുക്ക് എന്താണ് ഏത് കാറൊന്നും നമുക്കതൊന്ന് മനസ്സിലാവുന്നില്ല. അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു? വോയിഡ് ആയിട്ട് പറയുന്നു, അക്കോർഡിംഗ് ടു സെക്ഷൻ 29. 10ാമത്തെ ടൈപ്പ് ആയിരുന്നു എഗ്രിമെന്റ് ബൈ വേ ഓഫ് വേഗർ. സെക്ഷൻ 30 ആണ് പറയുന്നത്. അപ്പൊ വേഗർ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മൾ ബെറ്റ് വെക്കുക എന്ന് പറയില്ലേ, അതാണ് ഈ വേഗർ. ഓക്കെ, ഇപ്പൊ എയും ബിയും തമ്മിലൊരു ബെറ്റ് വെച്ചു. ഇന്ന് മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ നിനക്ക് 1000 രൂപ തരാം, മഴ പെയ്തിട്ടില്ലെങ്കിൽ നീ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് 1000 രൂപ തരണം. ഓക്കെ, അപ്പൊ അത് നന്നായി ശ്രദ്ധിക്കുക. ഒരു കാര്യം, ഒരു അൺസേർട്ടൺ ആയിട്ടുള്ള ഒരു കാര്യം നടന്നാൽ ഒരു പേയ്മെന്റ് ചെയ്യാം എന്നാണ് ഒരാൾ മറ്റൊരാളോട് പറയുന്നത്. അതേപോലെ തന്നെ അത് നടന്നിട്ടില്ലെങ്കിൽ തിരിച്ചും എന്ത് ചെയ്യേണ്ടി വരും? ആ പേയ്മെന്റ് നടത്തേണ്ടി വരും. അങ്ങനെയുള്ള ഒരു കാര്യത്തിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക? വേഗർ എന്ന് പറയുക. അപ്പൊ ഈ വേഗർ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പ്രകാരം അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അതെന്താണ്? അൺലോഫുൾ ആണ്, നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമപ്രകാരം നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റില്ല? എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എഗ്രിമെന്റ് ബൈ വേ ഓഫ് വേഗർ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? വോയിഡ് എഗ്രിമെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഓക്കെ, അപ്പൊ wagering agreement or waiver may be defined as an agreement in which one person agrees to pay a certain amount of money to the other on the happening or non-happening of a specified uncertain event. അപ്പോൾ ഹാപ്പനിങ് ഓർ നോൺ ഹാപ്പനിങ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്പെസിഫൈഡ് ഈവന്റ് അൺസേർട്ടൺ ആണ്, നമുക്ക് അറിയില്ല അല്ലെ, നിശ്ചിതമായതല്ല, അൺസേർട്ടൺ ഈവന്റ് ആണ്. അപ്പൊ അത് ഇനി അടുത്തതിൽ ഇതിന്റെ എലമെന്റ്സ് പറയുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇപ്പോൾ എപ്പോഴാണ് ഒരു എഗ്രിമെന്റ് വേഗർ എഗ്രിമെന്റ് ആവുന്നത് എന്നുള്ളത് എലമെന്റ്സ് പറയുമ്പോൾ ക്ലിയർ ആവും. ഓക്കെ, അപ്പൊ ഇതാണ് എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് എ വേഗർ എഗ്രിമെന്റ്. വേഗർ എഗ്രിമെന്റ് എപ്പോഴാണ് ഒരു എഗ്രിമെന്റിന് നമ്മൾ വേഗർ എഗ്രിമെന്റ് എന്ന് പറയുക? ഒന്ന്, പ്രോമിസ് ടു പേ മണി ഓർ മണീസ് വർത്ത്. ദർ മസ്റ്റ് ബി എ പ്രോമിസ് ടു പേ മണി ഓർ മണീസ് വർത്ത് ബൈ വൺ പാർട്ടി ടു അനദർ. ക്യാഷിന് തുല്യമായതോ അല്ലെങ്കിൽ ക്യാഷ് തന്നെ ഒരു പേയ്മെന്റ് അവിടെ വന്നിട്ടുണ്ടാവണം. ആൻഡ് ദി ഈവന്റ്, ദി പ്രോമിസ് മസ്റ്റ് ബി കണ്ടീഷണൽ ഓൺ ദി ഹാപ്പനിങ് ഓർ നോട്ട് ഹാപ്പനിങ് ഓഫ് എൻ ഈവന്റ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിൾ ആണെങ്കിൽ മഴ പെയ്താൽ അല്ലെ, അല്ലെങ്കിൽ ഒരു ഇന്ത്യ ക്രിക്കറ്റ് മാച്ച് ജയിച്ചാൽ, അല്ലെങ്കിൽ ഒളിമ്പിക്കിൽ നമുക്കൊരു മെഡൽ കിട്ടിയാൽ, അപ്പോൾ നമ്മളുടെ പ്രോമിസ് കണ്ടീഷണൽ ആണ്. ഏതിന്റെ ബേസിൽ കണ്ടീഷണൽ ആണ്? ഹാപ്പനിങ് ഓർ നോട്ട് ഹാപ്പനിങ് ഓഫ് ആൻ ഈവന്റ്. സംഭവിച്ച ഒരാൾക്ക് കിട്ടും, സംഭവിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ആൾക്ക് കിട്ടും. ഓക്കെ, അങ്ങനെയുള്ള ഒരു ഈവന്റ് ആകുമ്പോഴാണ് അതിന് എന്തായിട്ട് പറയുക? അങ്ങനെയുള്ള ഒരു എഗ്രിമെന്റ് ആകുമ്പോഴാണ് അതിന് എന്തായിട്ട് പറയുക? വേഗർ എഗ്രിമെന്റ്. ദെൻ അൺസർട്ടനിറ്റി ഓഫ് ദി ഈവന്റ്. ആ ഈവന്റ് എന്ത് വന്നാലും അൺസർട്ടൺ ആയിരിക്കണം, നമുക്ക് ഒരിക്കലും മുൻകൂട്ടി അതിനെ പ്രവചിക്കാൻ പറ്റില്ല. ഓക്കെ, ദി എഗ്രിമെന്റ് മസ്റ്റ് ബി conditional upon the determination of an uncertain event. An event may be uncertain not only because it relates to future but because it is not yet ascertained to the knowledge of the parties. ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ആണെങ്കിലും നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും. ഇത് ഫ്യൂച്ചറിലുള്ള ഒരു കാര്യമാണെങ്കിലും രണ്ട് പാർട്ടീസിനും അത് നമുക്ക് പ്രവചിക്കാൻ പറ്റൂല. അങ്ങനെയുള്ളൊരു കാര്യമായിരിക്കണം, അൺസർട്ടനിറ്റി വേണം. Then mutual chances of gain or loss. രണ്ട് പാർട്ടീസിന് ഈക്വൽ ചാൻസ് ആണ്, വിൻ ചെയ്യാനും ലോസ് ചെയ്യാനും ഈക്വൽ ചാൻസ് ആണ്. നോ കൺട്രോൾ ഓവർ ദി ഈവന്റ്. രണ്ട് പാർട്ടീസിനും ആ ഈവന്റിൽ ഒരു കൺട്രോളും ഉണ്ടാവാൻ പാടില്ല. ആൻഡ് സ്റ്റേക്ക് ആസ് ദി ഓൺലി ഇൻട്രസ്റ്റ്. അവർക്കിപ്പോൾ ക്രിക്കറ്റ് കളിയിലല്ല, സബ്ജക്ട് മാറ്ററിലല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവുക, ക്യാഷ് കിട്ടുമോ ഇല്ലേ എന്നുള്ളതിലായിരിക്കണം ഇൻട്രസ്റ്റ് ഉണ്ടാവുക. ഓക്കെ, നൈദർ പാർട്ടി ഷുഡ് ഹാവ് എനി ഇൻട്രസ്റ്റ് അതർ ദാൻ ദി സം ഓർ സ്റ്റേക്ക് ദാറ്റ് ഹി സ്റ്റാൻഡ്സ് ടു വിൻ ഓർ ലോസ്. അപ്പൊ നമ്മൾ മഴ പെയ്താൽ തരാന്ന് പറഞ്ഞാൽ മഴയിലല്ല ഇൻട്രസ്റ്റ്. എന്തിനാണ് ഇൻട്രസ്റ്റ്? പെയ്തു വെച്ചാൽ എനിക്ക് പൈസ കിട്ടുമല്ലോ, പെയ്തില്ലെങ്കിൽ എനിക്ക് പൈസ കിട്ടുമല്ലോ, അങ്ങനെയുള്ളതിലാണ് രണ്ട് പാർട്ടീസിനും ഇൻട്രസ്റ്റ് ഉണ്ടാവുക. അപ്പൊ ഈ ഫീച്ചേഴ്സ് എല്ലാം അടങ്ങിയ ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? വേഗർ എഗ്രിമെന്റ്. അപ്പൊ വേഗർ എഗ്രിമെന്റിന്റെ ഒരു ടോപ്പിക് കൂടി ഉണ്ട്, എഫക്ട്സ് ഓഫ് വേഗറിംഗ് എഗ്രിമെന്റ്. വേഗറിംഗ് എഗ്രിമെന്റിന്റെ എഫക്ട് എന്താണ്? വേഗറിംഗ് എഗ്രിമെന്റ് ഇന്ത്യയിലെ വോയിഡ് ആണ്.
agreement by way of waiver have been declared illegal in states of Maharashtra and Gujarat. ഇന്ത്യയിൽ മൊത്തം ഇത് വോയിഡ് ആണ് ആൻഡ് മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് എന്നുള്ള സ്റ്റേറ്റിൽ ഇത് ഇല്ലീഗലും ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. No suit can be filed to recover the amount won on any waiver. വേഗറിൽ നമുക്കൊരു എമൗണ്ട് കിട്ടി, പക്ഷെ അത് നമുക്ക് തരുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് എവിടെയും കേസ് ഫയൽ ചെയ്യാൻ പറ്റില്ല. Transactions which are collateral to wagering agreements are not void in India except the states of Maharashtra and Gujarat. അപ്പൊ മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്തിൽ ഒഴിച്ച് ബാക്കി എല്ലാവിടെയും ഈ വേഗറിംഗ് എഗ്രിമെന്റും ആയിട്ടുള്ള ഒരു കൊളാട്രൽ ട്രാൻസാക്ഷൻ ഉണ്ട്. കൊളാട്രൽ ട്രാൻസാക്ഷൻ മീൻസ് ഒരു സബ് ട്രാൻസാക്ഷൻ ഉണ്ട് എന്ന് വിചാരിക്കുക. അതെന്താണ്? നോട്ട് വോയിഡ് ആണ്. നോട്ട് വോയിഡ് ആണ്. അപ്പൊ അത് നമുക്ക് വാലിഡ് ആണ് എന്നർത്ഥം, വോയിഡ് അല്ല. ഓക്കെ, മഹാരാഷ്ട്ര ആൻഡ് ഗുജറാത്ത് ഒഴിച്ച് ബാക്കി എല്ലാവിടെയും അത് നമുക്ക് എന്താക്കാൻ പറ്റും? വാലിഡ് കോൺട്രാക്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അതാണ് എഫക്റ്റ് ഓഫ് വേഗറിംഗ് എഗ്രിമെന്റ്. ഇനി എക്സെപ്ഷൻസ് ടു വേഗർ ആണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞു ചില എഗ്രിമെന്റ് എല്ലാം വേഗറിംഗ് എഗ്രിമെന്റ് ആണെങ്കിൽ അത് വോയിഡ് ആണെന്ന്. പക്ഷെ ഇനി താഴെ പറയുന്ന എഗ്രിമെന്റ്സ് കേട്ടാൽ നമുക്ക് വേഗറിംഗ് ആണ് എന്ന് തോന്നിച്ചാലും അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നില്ല? വോയിഡ് എഗ്രിമെന്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. അതിന് ഒഴിവ് കൊടുത്തിട്ടുണ്ട്, എക്സെപ്ഷൻസ് ടു വേഗർ. അതിലത്തെ ഒന്നാണ് ഹോഴ്സ് റേസ്, കുതിരപ്പന്തയം. അപ്പോ an agreement to contribute or subscribe towards any prize or sum of money, the amount of rupees 500 or more to be awarded to the winners of any horse race is valid agreement and not a wager. ഇപ്പൊ ഒരു കുതിരപ്പന്തയം നടക്കുകയാണ്, അതിലത്തെ വിന്നർക്ക് 500 അതിൽ കൂടുതലോ എമൗണ്ട് കൊടുക്കാം, കോൺട്രിബ്യൂട്ട് ചെയ്യാമെന്നോ സബ്സ്ക്രൈബ് ചെയ്യാമെന്നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നില്ല? വേഗറിംഗ് എഗ്രിമെന്റ് അല്ല. അതെന്താണ്? അത് വോയിഡ് അല്ല, അത് വാലിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് ആണ്. ഏകദേശം നമുക്ക് കേട്ടാൽ കുതിരപ്പന്തയം ജയിച്ചാൽ 500 കൂടുതൽ തുക കൊടുക്കാൻ നിൽക്കുമ്പോൾ നമുക്കത് വേഗറിംഗ് ആണോ എന്ന് തോന്നുമെങ്കിലും അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്ന പറയണേ? വാലിഡ് എഗ്രിമെന്റ് ആയിട്ട് കണക്കാക്കും. 2, ക്രോസ് വേർഡ് കോമ്പറ്റീഷൻ, ക്രോസ് വേർഡ് പസിൽസ്. അപ്പൊ ജനറലി പസിൽസ് ഒക്കെ ഒരു ഗെയിം ഓഫ് സ്കില്ലിന്റെ ഗെയിമാണ് അല്ലെ? അപ്പൊ അതിൽ പറയുന്നതെന്ന് വെച്ചാൽ അക്കോർഡിംഗ് ടു പ്രൈസ് കോമ്പറ്റീഷൻ ആക്ട് 1955, പ്രൈസ് കോമ്പറ്റീഷൻസ് ഇൻ ഗെയിം ഓഫ് സ്കിൽ ആർ നോട്ട് വേഗേഴ്സ് പ്രൊവൈഡഡ് ദി എമൗണ്ട് ഓഫ് പ്രൈസ് ഡസ് നോട്ട് എക്സീഡ് ₹1000. അപ്പൊ ഇങ്ങനെ പ്രൈസ് ക്രോസ് വേർഡ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ സ്കില്ലൊക്കെ ഉള്ള ഗെയിമുകളാണെങ്കിൽ അതിലത്തെ എമൗണ്ട് 1000 രൂപയിൽ കൂടുന്നു ഇല്ലെങ്കിൽ അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നില്ല? വേഗറിംഗ് എഗ്രിമെന്റ് ആയിട്ട് കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് വാലിഡ് ആണ്. പക്ഷെ അതിലൊരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ബട്ട് ഈഫ് ഇൻ ക്രോസ് വേർഡ് കോമ്പറ്റീഷൻ ദി വിന്നിംഗ് ഓഫ് ദി പ്രൈസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ടാലിയിങ് ഓഫ് കോമ്പറ്റേറ്റേഴ്സ് എൻട്രി വിത്ത് ദി സൊല്യൂഷൻ കെപ്റ്റ് വിത്ത് ദി എഡിറ്റർ ഓഫ് ദി മാഗസിൻ, then it is a wagering transactions. അപ്പൊ ഒരു കോമ്പറ്റേറ്ററുടെ എൻട്രി ആയിട്ട് ടാലി ചെയ്താലാണ് പ്രൈസ് കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ, കണ്ടീഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നു? വേഗറിംഗ് ട്രാൻസാക്ഷൻ ആയിട്ടും കണക്കാക്കുന്നു. അപ്പൊ ക്രോസ് വേർഡ് കോമ്പറ്റീഷൻ മുഴുവനായിട്ട് നമുക്ക് വാലിഡ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് ഡിപ്പെൻഡ്സ്. ഓക്കെ, ദെൻ ഗെയിംസ് ഓഫ് സ്കിൽ, പിക്ചർ പസില്, ലിറ്റററി ആൻഡ് അത്ലറ്റിക് കോമ്പറ്റീഷൻ, ഇതെല്ലാം സ്കില്ലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? ഗെയിംസ് ഓഫ് സ്കില്ലിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? വാലിഡ് എഗ്രിമെന്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് ലോട്ടറി. ജനറലി ലോട്ടറി എന്ന് പറയുകയാണെങ്കിൽ ലോട്ടറി ഈസ് എ ഗെയിം either of gain or loss is a wagering agreement. ലോട്ടറി എന്ന് പറയുന്നത് ഒരു വേഗറിംഗ് എഗ്രിമെന്റ് തന്നെയാണ്. ആൻഡ് an agreement to buy a ticket for a lottery is also wagering agreement. ഒരു ടിക്കറ്റ് വാങ്ങാം, നമുക്ക് ലോട്ടറി കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി നമുക്കൊരു ടിക്കറ്റ് വാങ്ങാം എന്ന് പറഞ്ഞൊരു എഗ്രിമെന്റ് വെക്കുകയാണെങ്കിൽ അതും വേഗറിംഗ് ആണ്. ബട്ട് അതിലുള്ളൊരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ കൊളാട്രൽ ട്രാൻസാക്ഷൻസ് ടു സച്ച് എഗ്രിമെന്റ്സ് ആർ വാലിഡ്. നമ്മൾ പറഞ്ഞില്ലേ, ഇതിനോടനുബന്ധിച്ച് വേറൊരു കോൺട്രാക്ട് എൻറ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വാലിഡ് ആണ്. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ്, ലോട്ടറി ആരായിരിക്കണം? സ്റ്റേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിലുള്ള ലോട്ടറി ടിക്കറ്റ് ആയിരിക്കണം. അല്ലാതെ ഒരു പ്രൈവറ്റ് പാർട്ടീസ് നടത്തുന്ന ലോട്ടറി ടിക്കറ്റ് ആണെങ്കിൽ അത് പനിഷബിളും ആണ്. ഓക്കെ, നെക്സ്റ്റ് ഒന്നാണ് ഷെയർ മാർക്കറ്റ് ട്രാൻസാക്ഷൻസ്.
So in the share market, we generally share vangum. So if the intention is to take and give delivery of stock and shares, it is a valid transaction. Actually a share vaanganum vilkkanum thanneyaanu nammade uddeshamenkil adine nammal endaayittu kanakakkunnu valid transaction aayittu kanakakkunnu. Speculation alla ennundengil adine valid transaction aayittu kanakakkunnu. Then next one aanu contract of insurance. Okay. It is a contract in which an appo endha ee contract of insurance ningal kettittundavu life insurance, general insurance nokke alle. Appo nammalde oru property ke allengil oru human beings inde life inaanu insurance edukunnengil adu life insurance. Adallade baakiyulla വണ്ടികൾ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനം പ്രോപ്പർട്ടി അതിനൊക്കെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിനെയാണ് നമ്മൾ എന്തായിട്ട് പറയുക ജനറൽ ഇൻഷുറൻസ്. അപ്പൊ നമുക്ക് തോന്നാം ഇൻഷുറൻസ് ഒരു വേഗറിംഗ് എഗ്രിമെന്റ് ആണോ? അല്ലേ അല്ല. കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ അത് വേഗറിംഗ് എഗ്രിമെന്റും അല്ല, അത് വോയിഡും അല്ല, അത് വാലിഡ് ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് തന്നെ ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസിനൊക്കെ എന്താ കൊടുത്തിരിക്കുന്നത്? എക്സെപ്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. So it is a contract in which an insurer, in consideration of a certain sum of money, undertake to make good the loss of the insured arising on the happening of an uncertain specified event. കാരണം ഈവന്റ് അൺസർട്ടൺ ആണ്, നമുക്ക് ഉറപ്പില്ല. അപ്പൊ ഒരാൾ മരിക്കുവോ മരിക്കില്ലേ നമുക്ക് അറിയില്ല. മരിച്ചാലാണ് ലൈഫ് ഇൻഷുറൻസ് കിട്ടുക അല്ലെ? അല്ലെങ്കിൽ ഒരു സാധനം ഫയർ വരുമോ, അല്ലെങ്കിൽ ഒരു ലോസ് സംഭവിക്കുമോ, അല്ലെങ്കിൽ തെഫ്റ്റ് കള്ളം കൊണ്ടുപോവോ എന്നൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇൻഷുർ ചെയ്ത് വെക്കാം. അത് ഉറപ്പില്ല, ഈവന്റ് അൺസർട്ടൺ ആണ്. അപ്പൊ അങ്ങനെ അൺസർട്ടൺ ആവുകൊണ്ട് അതിനെ വേഗറായിട്ടല്ല കണക്കാക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സംഷൻ ആണ്. ഈ എഗ്രിമെന്റിനൊന്നും നമ്മൾ എന്തായിട്ട് പറയുന്നില്ല? വേഗറിംഗ് എഗ്രിമെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ. അപ്പോൾ ഇനി ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ വേഗറിംഗ് ആൻഡ് കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ സാധാരണ വരാറുള്ളതാണ്. അപ്പോൾ അതിലെ ഫസ്റ്റ് ഡിഫറൻസ് തന്നെ എന്താ? കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഈസ് വാലിഡ്. അതൊരു വാലിഡ് കോൺട്രാക്ട് ആണ് ആൻഡ് ക്യാൻ ബി എൻഫോഴ്സ്ഡ് ഇൻ കോർട്ട് ഓഫ് ലോ. Whereas wagering agreement is void under section 30 without any legal effect. ഇപ്പൊ നമ്മൾ പഠിച്ചത് എന്താ? wagering agreement invalid ആണ്, void ആണ് എന്നാണ് പഠിച്ചത്. Then in case of insurance contract, the assured has an insurable interest in the subject matter. ഇപ്പൊ നമ്മുടെ സബ്ജക്ട് മാറ്റർ ഉണ്ട്. അപ്പൊ നമ്മൾ എന്തിനാണ് ഇൻഷുറൻസ് കൊടുക്കുക? ഒന്നില്ലെങ്കിൽ ലൈഫ് ആണെങ്കിൽ ഒരാളുടെ ജീവന്, അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ അല്ലെ? അപ്പൊ ആ അഷ്യൂർഡ്, ആ ഇൻഷുർ ചെയ്ത ആൾക്ക് ആ സബ്ജക്ട് മാറ്ററിൽ താല്പര്യമുണ്ട് അല്ലെ? പക്ഷേ വേഗറിംഗ് എഗ്രിമെന്റ് ആണെങ്കിൽ സബ്ജക്ട് മാറ്ററിൽ യാതൊരു താല്പര്യവും ഇല്ല. ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ മഴ പെയ്യോ പെയ്യില്ലേ, പൈസ കിട്ടുമോ എന്നാണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കുക, അല്ലാതെ മഴയിൽ നമുക്ക് യാതൊരു താല്പര്യവും വരുന്നില്ല. Then third point, a contract of insurance except life insurance is a contract of indemnity. അപ്പോൾ ലൈഫ് ഇൻഷുറൻസ് വെച്ച് ബാക്കി എല്ലാം കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി ആണ്. കോൺട്രാക്ട് ഓഫ് ഇൻഡെമിനിറ്റി മീൻസ് എന്താ? എത്രയാണോ നഷ്ടം വന്നത് അത്രയും പൈസയാണ് നമുക്ക് കിട്ടുള്ളൂ. ബട്ട് വേറാസ് ഇൻ വേഗറിംഗ് എഗ്രിമെന്റ് ദി എമൗണ്ട് ടു ബി പെയ്ഡ് ഈസ് ഡിസൈഡഡ് ബിഫോർ ഹാൻഡ്. വേഗറിംഗിലാണെങ്കിൽ നമ്മൾ എമൗണ്ട് മുൻകൂട്ടി നിശ്ചയിക്കും. മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ 1000 രൂപ തരാം, പെയ്തിട്ടില്ലെങ്കിൽ 1000 രൂപ തരാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. നെക്സ്റ്റ് ഡിഫറൻസ് ആണ്, എ കോൺട്രാക്ട് ഓഫ് ഇൻഷുറൻസ് ഈസ് ബേസ്ഡ് ഓൺ സയന്റിഫിക് ആക്ച്വറിയൽ കാൽക്കുലേഷൻ ഓഫ് റിസ്ക്. ഇപ്പൊ നമ്മളൊരു ഇൻഷുറൻസ് ഒക്കെ ചെയ്യുമ്പോൾ അതിലൊരു കാൽക്കുലേഷൻ വരും, ഏകദേശം എത്ര വാല്യൂ ഉണ്ട്. ഇപ്പൊ ഒരു പ്രോപ്പർട്ടിയാണ് ഇൻഷുറൻസ് ചെയ്യണമെങ്കിൽ അതിന് എത്ര രൂപയുടെ ഇൻഷുറൻസ് എടുക്കണം എന്ന് അവര് കാൽക്കുലേറ്റ് ചെയ്ത് പറയും അല്ലെ? ബട്ട് വേഗറിംഗ് ട്രാൻസാക്ഷൻസ് ആർ പ്യുവർ ഗാമ്പിൾ ഓർ ഗെയിം ഓഫ് ചാൻസ്. ബെറ്റ് ഇപ്പൊ വേഗറിംഗ് ആണെങ്കിൽ നമ്മൾ ഒരു ബെറ്റ് ഒക്കെ വെക്കുമ്പോൾ നമ്മൾ ഒരു പ്രത്യേകിച്ചുള്ള കാൽക്കുലേഷൻ ഒന്നും ഉണ്ടാവില്ല. ചിലപ്പോൾ 100 രൂപ, ചിലപ്പോൾ 500 രൂപ, ചിലപ്പോൾ 1000 രൂപ. അത് ആ ബെറ്റ് വെക്കുന്ന ആൾക്കാരുടെ കയ്യിൽ എത്ര രൂപ അവൈലബിൾ ആണോ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ എമൗണ്ട് ഫിക്സ് ചെയ്യുക. ആൻഡ് എ വേഗർ വിൽ അറൈസ് ഓൺലി ഇഫ് വൺ പാർട്ടി ലോസസ് ആൻഡ് അനദർ ഗെയിൻസ്. വേഗർ എപ്പോഴാണ് ഉണ്ടാവുക? വേഗറിംഗ് ഒരാൾക്ക് ജയിക്കും വേണം, ഒരാള് തോൽക്കും വേണം അല്ലെ? അപ്പോഴാണ് വേഗറിംഗ് എഗ്രിമെന്റ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റൂ. വെയിൽ ഇൻ ഇൻഷുറൻസ് കോൺട്രാക്ട് നോ വിന്നിങ് ഓർ ലോസിങ്. ഇൻഷുറൻസിൽ ഒരാൾ വിൻ ചെയ്തോ ലോസ് ചെയ്തോ എന്നൊന്നുമില്ല, ഒരു അൺസർട്ടൺ ഈവന്റ് സംഭവിച്ചോ ഇല്ലേ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. Then insurance contracts are social security measures which are beneficial to the public.
ഇൻഷുറൻസ് എന്തിനു വേണ്ടിയിട്ടാണ്? പബ്ലിക്കിന് ബെനിഫിറ്റ് ഉണ്ടാവുന്ന, സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു കോൺട്രാക്റ്റ് ആണ്. ബട്ട് വേഗറിങ് പബ്ലിക്കിന് ബെനിഫിറ്റ് ഒന്നുമില്ല. ആൻഡ് മാത്രമല്ല അത് ഇറ്റ് ഈസ് ഇൻജൂറിയസ് ടു ദി ഇൻട്രസ്റ്റ് ഓഫ് പബ്ലിക്. നമ്മൾ സാധാരണ ബെറ്റ് വയ്ക്കുന്നതൊന്നും നല്ല രീതിയായിട്ട് കണക്കാക്കുന്നില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വേഗറിങ് എഗ്രിമെന്റിനെ പറ്റിയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് വൺ ആണ് എഗ്രിമെന്റ് ടു ഡു ഇമ്പോസിബിൾ ആക്ട്. നമ്മൾ വോയിഡ് എഗ്രിമെന്റിനെ പറ്റിയിട്ടാണ് പറയേണ്ടായിരുന്നത്. 12 പോയിന്റ് ആണ്. അതിൽ 8 ഓൾറെഡി 8 നമ്മൾ പഠിച്ചു, 9ഉം 10ഉം ആണ് പറഞ്ഞത്. ഇനി അടുത്ത 11ാമത്തെയാണ് എഗ്രിമെന്റ് ടു ഡു ഇമ്പോസിബിൾ ആക്ട്. സപ്പോസ് രണ്ട് പാർട്ടീസ് തമ്മിൽ ഒരിക്കലും നടക്കാൻ സാധ്യതയില്ലാത്ത ഒരു കാര്യത്തിനെ പറ്റി എഗ്രിമെന്റ് വെക്കുകയാണെങ്കിൽ അതെന്താണ്? വോയിഡ് എഗ്രിമെന്റ് ആണ്. M agrees to discover treasure by magic with N. മാജിക് കൂടെ നിധി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞാൽ അതൊന്നും ഒരിക്കലും നടക്കണ കാര്യമേ അല്ല. അപ്പൊ അതുകൊണ്ട് അതിനെ നമ്മൾ എന്തായിട്ട് പറയുന്നു? ഇറ്റ് ഈസ് എ വോയിഡ് എഗ്രിമെന്റ്. ദെൻ റെസിപ്രോക്കൽ പ്രോമിസസ് ടു ഡു തിങ്സ് ലീഗൽ ആൻഡ് ആൾസോ അതർ തിങ്സ് ഇല്ലീഗൽ. റെസിപ്രോക്കൽ പ്രോമിസ് ആണ്. എ ബി ആയിട്ട് ആദ്യം ഒരു കോൺട്രാക്ട് വെക്കാം. അത് ഒരു ലീഗൽ ആയിട്ടുള്ള കോൺട്രാക്ട് ആയിരിക്കും. അപ്പൊ അത് പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ബി എയുമായിട്ട് വേറൊരു കോൺട്രാക്ട് വെക്കുക, അത് ഇല്ലീഗൽ ആയിരിക്കാം. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് എന്തായിട്ട് പറയുക? റെസിപ്രോക്കൽ പ്രോമിസസ് ടു ഡു തിങ്സ് ലീഗൽ ആൻഡ് ആൾസോ അതർ തിങ്സ് ഇല്ലീഗൽ. ഓക്കെ, അപ്പൊ അത് അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ സെക്ഷൻ 57 ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഇതിൽ ലീഗൽ ആൻഡ് ഇല്ലീഗൽ കോൺട്രാക്റ്റിനെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പാർട്ട് ലീഗൽ ആണെങ്കിൽ നമ്മൾ അതിനെ വാലിഡ് കോൺട്രാക്ട് ആയിട്ട് കണക്കാക്കും. ഇല്ലീഗൽ ആയിട്ടുള്ള പാർട്ടിനെ നമ്മൾ എന്തായിട്ട് കണക്കാക്കും? വോയിഡ് എഗ്രിമെന്റ് ആയിട്ടും കണക്കാക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ ഈ ചാപ്റ്ററിൽ പഠിച്ചത് എന്താണ് വോയിഡ് എഗ്രിമെന്റ്? വോയിഡ് എഗ്രിമെന്റ് മീൻസ് നോട്ട് എൻഫോഴ്സിബിൾ ബൈ ലോ. നിയമപ്രകാരം എൻഫോഴ്സ് ചെയ്യാൻ പറ്റാത്ത എല്ലാ എഗ്രിമെന്റിനെയും നമ്മൾ എന്തായിട്ട് പറയുന്നു? വോയിഡ് എഗ്രിമെന്റ്. അപ്പൊ ഏതൊക്കെയാണ്? ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറഞ്ഞു തന്നിട്ടുണ്ട് 12 തരത്തിലുള്ള എഗ്രിമെന്റ് വോയിഡ് ആണ്. അതിൽ ഓൾറെഡി 8 നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ബാക്കി 4 ഇപ്പൊ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്ത്. അതിൽ വേഗറിങ് എഗ്രിമെന്റ് വന്നപ്പോഴാണ് അതിൽ കുറെ സബ് പോയിന്റ്സും കൂടി വന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ചാപ്റ്ററിൽ ഉള്ളത്.